നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിലേക്ക് ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, ഏലക്ക 1 ടേബിൾ സ്പൂൺ, ഗ്രാമ്പു 1 ടേബിൾ സ്പൂൺ, പച്ചമല്ലി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടിക്കാത്തത് 1 ടേബിൾ സ്പൂൺ എന്നിവ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയില, പുതിന, ക്യാപ്സിക്കം എന്നിവ ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒട്ടുമില്ലാതെ നമ്മൾ മന്തി ഉണ്ടാക്കാൻ വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ഓരോന്നായിട്ട് നിരത്തി വെക്കണം. പിടിക്കാതെ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, പുതിന, മല്ലിയില എന്നിവ അരിഞ്ഞത് ഇതിലേക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ജീരകം, കുരുമുളക്, മല്ലി, ഏലക്ക, ഗ്രാമ്പു അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റാക്കിയതും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 3 ടീസ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മൾ റൈസ് കഴിക്കുമ്പോൾ നല്ലൊരു സ്പൈസി ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ മന്തിയിലെ പ്രധാന ഐറ്റമായ ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ മാഗി ക്യൂബ് എന്നൊക്കെ പറയും, അത് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 കിലോ റൈസാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 6 ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റിഫൈൻഡ് സൾഫർ ഓയിലാണ്. അത് നമ്മളിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കനിൽ എല്ലായിടത്തും മസാല എത്തുന്ന തരത്തിൽ നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കണം. നേരത്തെ ഇതിൽ തക്കാളി ചേർക്കാൻ മറന്നുപോയി, അപ്പോൾ അതും ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഈ ഓയിലിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതിങ്ങനെ കുക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റൈസ് വേവിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. നന്നായി കഴുകി വൃത്തിയാക്കിയ സെല്ല ബസ്മതി റൈസ് 1 മണിക്കൂർ കുതിർത്താൻ വെച്ച ശേഷം ഉണക്ക നാരങ്ങയും ഉപ്പും ചേർത്ത് ഹാഫ് വേവാകുമ്പോൾ നമ്മുടെ ചിക്കൻ മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വെന്ത വെള്ളം കുറച്ച് ഇതിന് എടുത്ത് വെക്കുന്നുണ്ട്. അത് നമ്മൾ റൈസിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. റൈസിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളറും റെഡ് ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് പുകയ്ക്കാൻ വെച്ചിരിക്കുന്നത് തീ കനലിൽ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള സൾഫർ ഓയിൽ വെച്ചിട്ടാണ്. ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതിനകത്ത് പുകച്ച് കൊടുക്കണം. നമ്മൾ 3-4 പച്ചമുളക് ഇതുപോലെ മുഴുവനായിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണിത്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.